ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് സിലോപ്പിയ മീനാണ് കിട്ടിയത്. നമുക്കിത് വറുക്കുകയും കറി വയ്ക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. നമുക്കിത് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാവേ. ഞാൻ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ ഈ രണ്ട് സൈഡും അങ്ങോട്ട് കണ്ടിച്ച് കളയുവേ. എന്ന് പറഞ്ഞാൽ ഒരുപാട് അതിൻ്റെ ദശയൊന്നും പോകത്തൊന്നുമില്ല. പെട്ടെന്ന് അങ്ങോട്ട് കണ്ടിച്ച് കളയാം. ഒരു ചെറിയൊരു ഭാഗം പോലെ അങ്ങ് കണ്ടിച്ച് കളയാം, മുള്ളു പോലെയൊക്കെ. നമ്മൾ തന്നെയും കഴിക്കാൻ എടുക്കുമല്ലോ. ഇവിടെ തലയിലാണേലും ആ ചിറക് പോലെയുള്ള അങ്ങോട്ട് കൂട്ടി അതിൻ്റെ അടിക്കടെ കത്തിയിട്ട് രണ്ട് സൈഡ് ഇതുപോലെ അങ്ങോട്ട് കണ്ടിച്ച് അങ്ങ് വലിച്ചാൽ തല അങ്ങ് പറഞ്ഞു വെക്കോളുവേ. പിന്നെ വയറും ഒന്ന് ക്ലീൻ ആക്കി എടുത്തേച്ച് ഇതുപോലെ ഇതിൻ്റെ തൊലി പറിച്ച് കളയോ ചെയ്യണം. എൻ്റെ ദശയൊന്നും പൊളിഞ്ഞൊന്നും പോരത്തില്ല കേട്ടോ. കണ്ടോ, ഒട്ടും ദശ പോരത്തില്ല. ഞാനിങ്ങനെയാട്ടോ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് നമ്മളിങ്ങനെ ചിരണ്ടിയും ഉരച്ചും ഒക്കെ ഉണ്ടാക്കുമ്പോഴല്ലോ ആ ഒരു കറുപ്പ് കളറും വരും. പിന്നെ ഒരു ഉളുമ്പൊക്കെ കൂടുതലായിരിക്കും. വാലാണേലും രണ്ട് വശത്തും രണ്ട് സൈഡിലും ഓരോ കത്തിയും കൊണ്ട് പാട് വരുത്തി വെച്ച് ഇതുപോലെ കാണിച്ചിട്ട് ഇങ്ങനെ പിരിച്ചാൽ ആ വാല് ഭാഗവും ഇങ്ങ് പറഞ്ഞു വരും. നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്നാക്കി എടുക്കാവേ. രണ്ട് സിലോപ്പി ആണെങ്കിലും രണ്ട് കളറായിരുന്നു, ഒന്ന് വെള്ള ഒന്ന് കറുപ്പ് കേട്ടോ. അപ്പോൾ ചെറുത് ഞാൻ കറി വയ്ക്കാനെടുത്തേ. കറി വയ്ക്കാൻ നമുക്ക് അരപ്പ് വേണം. അതിന് തേങ്ങായും കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി ഇത്രയും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ. എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ഉലുവായും പൊട്ടിച്ചിട്ട് കാശ്മീരി ചില്ലി കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടേച്ച് കുടംപുളി ഇട്ട് നമ്മളത് എത്ര വെള്ളം നമുക്ക് ആവശ്യമുണ്ടോ അത്രയും വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടേച്ച് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിൻ്റെ അതോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് അത് അവിടെ ഇരുന്ന് പതുക്കെ അവിടെ ഇരുന്ന് വേട്ട കേട്ടോ. അന്നേരത്തേനും നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കിയാൽ മതി. ഇനി നമുക്ക് വറക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാവേ. ഞാനിത് മൊത്തം വറക്കുന്നില്ല, ഉച്ചക്കത്തേക്കുള്ളത് മാത്രം കേട്ടോ വറക്കുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് എത്രയാണോ എടുക്കുന്നത് അത്രയും ഭാഗങ്ങൾ എടുത്തേച്ച് അതിൻ്റെ അകത്തോട്ട് കാശ്മീരി ചില്ലി, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ വറക്കാൻ എടുക്കുന്ന എണ്ണയുണ്ടല്ലോ ആ എണ്ണ മൊത്തം ഞാൻ ഇപ്പം കുറച്ചേ എടുക്കുന്നുള്ളൂ. ആ എണ്ണ ഞാൻ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് ആ എണ്ണയ്ക്കകത്ത് ഇതെല്ലാം കൂടെ കൂടി കുഴച്ച് തിരുമ്മി അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് സ്പ്രെഡാക്കി എടുത്തേച്ച് ചെറു തീയിൽ ഇച്ചിരി കരിയാപ്പിലയും മേലെയിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യുവേ. പിന്നെ ഇച്ചിരി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും കൂടെ കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു വശമാകുമ്പം റെഡിയാകാനാണ്. അന്നേരത്തെ നമ്മുടെ മീനൊക്കെ തിളച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടോ. അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ആ അരപ്പ് ഇനി നമുക്ക് ആ വെള്ളം വറ്റി കഴിയുമ്പോൾ ഒഴിച്ച് കൊടുത്താൽ ഇപ്പോൾ മീൻ റെഡി ആയതാണ്. ഇനി അരപ്പിൻ്റെ അകത്ത് കിടന്നൊന്ന് കുറുകി വന്നാൽ മതി കേട്ടോ. മീൻകറി റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയേ. അന്നേരത്തേനും നമ്മുടെ ഇതിന് വലിയ ദശയൊക്കെ ഈ കട്ടിയില്ലാത്ത മീനായതുകൊണ്ട് പെട്ടെന്നാകും കേട്ടോ. അന്നേരത്തേനും ഒരു വശം റെഡി ആയപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് സംഭവങ്ങളെല്ലാം കൂടെ കൂടി അതിൻ്റെ മേലെ എല്ലാ മീനേലും ഇച്ചിരി ഇച്ചിരിയൊക്കെ പറ്റുന്ന പോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനെന്ന് പറഞ്ഞാൽ ഈ ഗ്രേവി ഇഷ്ടമുള്ളവർ ഇവിടെ ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇത് ഇടുന്നത്. അത് ഇട്ടില്ലെന്നോർത്തോലും കുഴപ്പമൊന്നുമില്ലേ. പക്ഷേ ഇച്ചിരി കൂടുതൽ ടേസ്റ്റും ഉണ്ട്. പിന്നെ വെളുത്തുള്ളിയൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ, പെട്ടെന്ന് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതാണെങ്കിലും ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്നായി വരും. പക്ഷേ ഞാനത് ഒന്നുകൂടി ഒന്ന് മറിച്ചിടുക. അതിനാന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല. ഇന്ന് നമുക്ക് തോരനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് മത്തൻ്റെ ഇല കേട്ടോ. ഇന്നലെ പയറിലയായിരുന്നു, മിനിഞ്ഞാന്ന് ചേമ്പലയായിരുന്നു. ഞാൻ ഓരോ ദിവസം ഓരോന്നും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഇത്രയൊക്കെയാണ് കറികൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. ഓക്കെ.